ആശ സമരം നടക്കുകയാണ്. അപ്പം വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പല കോണുകളിൽ നിന്നും വരുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, അതല്ല ഈ അവർക്ക് ഓണറേറിയം കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്ന് അവർ പറയുന്നു, പെൻഡിങ് ആയതുകൊണ്ടാണെന്ന് പറയുന്നു. ഇതിൽ CITUവിന്റെ നിലപാടെന്താണ്, നമ്മുടെ സംഘടനയുടെ നിലപാടെന്താണ്? ശരിക്കും ഇപ്പൊ ഈ ഒരു സമരം രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. നിലവിൽ 2007-2008 കാലഘട്ടത്തിൽ ആശ നിലവിൽ വരുമ്പോൾ സാമൂഹ്യ പ്രവർത്തനമാണ്, സന്നദ്ധ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് നമ്മൾ വരുന്നത്. ഇതിലിപ്പോൾ കേരളത്തിൽ 26,125 പേരുണ്ട്. ഒരു ആനുകൂല്യമില്ല. അതിന് VS ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ആദ്യ ഉത്സവത്തെ പ്രഖ്യാപിക്കുന്നത് 500 രൂപ. അതിനുശേഷം VS ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ 300 രൂപ നമുക്ക് ഓണറേറിയം പ്രഖ്യാപിക്കുന്നു. തുടർന്ന് വന്നിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അത് 1000 രൂപ, 5 വർഷം കൊണ്ട് 1000 രൂപയിലേക്ക് വരുന്നു. അന്ന് നമ്മൾ ഈ 10 ദിവസം വലിയൊരു സമരം ഇതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിരുന്നു. 100 രൂപ കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് സമരം നടത്തിയത്. പക്ഷേ 5000 രൂപ നിങ്ങൾക്ക് ഓണറേറിയം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച അവിടെ അവസാനിക്കുകയും പിന്നീട് ഈ പൈസ ലഭിക്കുന്നതിന് വേണ്ടി ആരോഗ്യമന്ത്രി അന്നത്തെ ശിവകുമാറിന്റെ വസതിയിലേക്ക് നമ്മൾ മാർച്ചും ധർണയൊക്കെ നടത്തിയിരുന്നു. പക്ഷെ നമുക്ക് ആ പൈസ തന്നില്ല, നമ്മളെ കബളിപ്പിച്ച് പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ 1000 രൂപ ഉണ്ടായിടത്തു നിന്നാണ് നമുക്കിപ്പോൾ നമ്മുടെ LDF ഗവൺമെന്റ് വന്നതിന് ശേഷം 7000 രൂപയിലേക്ക് ആശമാരുടെ വേതനം വർദ്ധിക്കുന്നത്. അപ്പോൾ പറയും ജോലിയിലുള്ള വ്യത്യാസം. ശരിയാണ്, ജോലിയിൽ വ്യത്യാസമുണ്ട്. ഈ 7000 രൂപയിൽ അധികമായി ലഭിക്കുന്നത് ഇപ്പൊ എല്ലാ മാധ്യമങ്ങളും പറയുന്നത് ആശമാർക്ക് 7000 രൂപ പ്ലസ് 200 രൂപ ഫോർട്ട് അലവൻസ്. ശരിക്കും അതല്ല. 7000 രൂപ ഓണറേറിയം സംസ്ഥാന ഗവൺമെന്റിന്റെ ഉണ്ട്, 3000 രൂപ കേന്ദ്ര സർക്കാർ എന്ന് വെച്ചാൽ ഇൻസെന്റീവ് ആണത്. 60:40, 60 രൂപ കേന്ദ്രത്തിന്റെ, 40 സംസ്ഥാനത്തിന്. അങ്ങനെ 3000 രൂപ ഫിക്സഡ് ഇൻസെന്റീവും പിന്നീട് അവരവർ ചെയ്യുന്ന ജോലിക്കനുസൃതമായിട്ടുള്ള ഇൻസെന്റീവുകളുമുണ്ട്. അത് ഓരോ വാർഡിന്റെയും ജനസംഖ്യ സാന്ദ്രത അനുസരിച്ചായിരിക്കും കിട്ടുക. കുട്ടികളുടെയും ഗർഭിണികളുടെയും മറ്റ് പ്രോഗ്രാമുകൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഓരോ ആശയ്ക്കും ഇൻസെന്റീവ് കിട്ടുക. ഇതിനു പുറമെ ഇപ്പോൾ ഉള്ളത് ആർദ്രം പദ്ധതി പ്രകാരം ഹോമിയോ ഡിസ്പെൻസറികളും ആയുർവേദ ഡിസ്പെൻസറികളും ജോലി ചെയ്യുന്നവർക്ക് 1000 രൂപ പ്രത്യേകമുണ്ട്. അത് ഒരു FHSയിൽ 5 പേർക്കേ കിട്ടത്തുള്ളൂ, 5 ആശമാർക്കേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആവറേജ് 13,200 രൂപ ഒരാശയ്ക്ക് കിട്ടുന്നുണ്ട്. ആവറേജ് കണക്കാണ്. ഈ 13,000-ന് താഴേക്ക് എമൗണ്ട് വാങ്ങിക്കുന്ന ആശമാരുമുണ്ട്. എന്ന് വെച്ചാൽ 9,000, 10,000, 11,000 പല റേഞ്ചിലാണ് ആശമാര് വേതനം വാങ്ങുക. എന്നാൽ 13-ന് മുകളിലേക്ക് വാങ്ങുന്നവരുമുണ്ട്. 14,000, 15,000 ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ട്. അത് ഓരോ ആശയുടെയും പ്രത്യേകമായിട്ടായിരിക്കും അവർക്ക് ലഭിക്കുക. ഇപ്പൊ CITUവിൽ എത്ര ആശമാരാണുള്ളത്? ഇപ്പൊ ഈ സമരം നടത്തുന്ന എത്ര പേരാണ്? ഇപ്പൊ CITUവിൽ 20,150 പേരാണ് അഫിലിയേറ്റ് ആണ്, നമ്മുടെ കൂടെയുള്ള ആളുകളാണ്. ഇപ്പൊ സമരം നടത്തുന്നത് ബേസിക്കലി 1,500, 2,000-നകത്ത് വരുന്ന ആളുകളാണ്. എല്ലാ ജില്ലയും കൂടെ, സ്റ്റേറ്റ് ഒട്ടുക്ക് അവരവകാശപ്പെടുന്നത് അങ്ങനെയല്ല. ഞങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ അന്വേഷിച്ചു. ഓരോ ജില്ലയിലും എത്ര ആളുകൾ ഈ സമരത്തിന് അനുകൂലമാണ്. അത് 1,500, 2,000-നകത്ത് നിൽക്കുന്ന ആശമാര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ലാസ്റ്റ് 7 ദിവസത്തെ ഒരു കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ശൈലി സർവേയായിട്ട് ബന്ധപ്പെട്ട് ഈ ലാസ്റ്റ് 7 ദിവസം 4 ലക്ഷം 3,91,956 പേരുടെ എൻട്രി നടന്നിട്ടുണ്ട് ശൈലിയുടെ. ഈ എല്ലാവരും പണിമുടക്കിലാണെങ്കിൽ എങ്ങനെയാണ് ഈ എൻട്രി നടക്കുക? ഇത്രയും ഒരു 7 ദിവസം കൊണ്ടുള്ള എൻട്രിയാണ് ഈ പറയുന്നത്. അപ്പൊ അത് അടിസ്ഥാനരഹിതമല്ലേ പറയുന്നത്? ഓണറേറിയം വർദ്ധിപ്പിക്കണം, കൂലി വർദ്ധിപ്പിക്കണം, ഇതെല്ലാം നമുക്ക് ആവശ്യം തന്നെയാണ്. പക്ഷെ ഇത് ആരാണ് നമുക്ക് തരേണ്ടത്? കേന്ദ്ര സർക്കാരല്ലേ. കേന്ദ്രത്തിന്റെ സ്കീമാണിത്. ശരിക്കും ഈ സമരം നടക്കേണ്ടത് പാർലമെന്റിന് മുമ്പിലാണ്. ഇപ്പൊ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞു, 1-ാം തീയതി, ഫെബ്രുവരി 1-ാം തീയതി. ഇതിനകത്ത് എന്താണ് ആശമാർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള സംഭാവന? അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് കേരളവും കേന്ദ്രവും UDF ഭരിച്ച ഒരേ സമയം ഭരിച്ചൊരു സമയമുണ്ട്. ആ സമയത്ത് ബഡ്ജറ്റിൽ എന്തുകൊണ്ട് ആശമാർക്കൊന്നും നീക്കി വെച്ചിട്ടില്ല? അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാം പ്രശ്നത്തിന് പരിഹാരമാകും. രാജ്യത്ത് 10 ലക്ഷം ആശമാരുണ്ട്. ഒരു തൊഴിലാളികളായി അംഗീകരിച്ചാൽ ഈ 10 ലക്ഷം ആശമാരുടെയും പ്രശ്നം കഴിഞ്ഞു. എല്ലാ സ്റ്റേറ്റിലുള്ളവർക്കല്ലേ കിട്ടുക? അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് നടത്തേണ്ടത്. സ്റ്റേറ്റ് തരുന്ന 7,000 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓണറേറിയമാണ്. 6,100 ഉണ്ട്, 6,250 ഉണ്ട്, പല റേഞ്ചിലാണ് വരുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഓണറേറിയത്തിനെ സംബന്ധിച്ച്, ഇൻസെന്റീവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ വർഷത്തെ നമുക്ക് കിട്ടാനുണ്ട്. അല്ല, അത് ഇപ്പോ കേന്ദ്രത്തിൽ NK പ്രേമചന്ദ്രൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മന്ത്രി പാർലമെന്റിൽ നൽകി, ലോക്സഭയിൽ നൽകിയ വിശദീകരണം ആകെ കിട്ടാനുള്ളതിൽ 90% കൊടുത്തു കഴിഞ്ഞു. വളരെ കുറച്ച് തുക മാത്രമേ ലഭിക്കാനുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പോ ഫണ്ട് വന്നു എന്നാണ് പറയുന്നത്. ശരിക്കും എനിക്ക് മാധ്യമങ്ങളോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായി എല്ലാവരും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയ DHS ആണ്, ആ NHMന്റെ ഹെഡ് ഓഫീസിലാണ്. ആ ഓഫീസിൽ പോയിട്ട് കൃത്യമായിട്ട് ഡേറ്റ എടുക്കാമല്ലോ. ഒരാശയ്ക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്, എത്ര രൂപ ശമ്പളം, എത്ര ഇൻസെന്റീവ്, ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണ്, ആരാണ് ഇതിന്റെ അതോറിറ്റി,
എത്ര രൂപ ലഭിക്കാനുണ്ട് കേന്ദ്രത്തിൽ സർക്കാരത്ത്, ഇതെല്ലാം ഡീറ്റെയിൽസ് വളരെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ 11 ദിവസമായിട്ട് ഗവൺമെന്റിനെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയും ഇതിനകത്ത് നിൽക്കുന്ന ആശമാരെ അടക്കമാണ് ഈ ഒരു രീതിയിലേക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും കഴിഞ്ഞ വർഷത്തെ ഒരു മാസം നമുക്ക് 10 കോടി രൂപ വേണം ഇൻസെന്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ 10 കോടി ഒരു വർഷമാകുമ്പോൾ 120 കോടിയായി. ഈ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷത്തിലെ നയ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് സംസ്ഥാന ഗവൺമെന്റാണ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കുടിശ്ശിയൊന്നുമില്ല, ഇപ്പൊ എല്ലാ പൈസകളും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു മാസത്തെ ഡിസംബറിൽ വന്നു, ഇനിയിപ്പോ ജനുവരിയിൽ ഇന്നും നാളെയായിട്ട് വരും. അതിന് ഡേറ്റ ഈസിമാനകത്ത് എൻട്രി ചെയ്യുന്ന ഒരു താമസമായിരുന്നു. ഓരോ മാസം എൻട്രി ചെയ്തെങ്കിൽ നമുക്ക് അതിന്റെ വരുമാനം കിട്ടുകയുള്ളൂ. അത് ഉപാധിരഹിതം എന്നുള്ള രീതിയിലേക്ക് ജനുവരി മാസം മുതൽ വന്നിട്ടുണ്ട്. 5 ക്രൈറ്റീരിയ എന്നുള്ള രീതിയിലേക്ക് വന്നു. 10 എണ്ണത്തിൽ 5 എണ്ണം ചെയ്താൽ ഫുൾ പൈസ കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇതുവരെയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പും വരികയാണ്. അതെ, അതിന്റെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ സാഹചര്യം കൂടി ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒന്ന് വെച്ചാൽ ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ റാന്നിയിൽ തടഞ്ഞു യൂത്ത് കോൺഗ്രസ്സുകാര്. ശരിക്കും അത് വസ്തുതയല്ലേ? എന്താണ് ഇതിന്റെ വസ്തുതയെ സംബന്ധിച്ച് പഠിക്കാതെയും മനസ്സിലാക്കാതെയും ആണല്ലോ അവരത് ചെയ്യുന്നത്. അവരുടെ കാലഘട്ടത്തിൽ ഈ ആശുമാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നും നൽകാൻ അവർ തയ്യാറായിട്ടില്ല. ആ സമയത്ത് കേന്ദ്രവും ഭരിക്കുന്നുണ്ട്, ഒന്നും നൽകിയിട്ടില്ല. ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ഗ്രാമങ്ങളിൽ എല്ലാ വീടുമായിട്ട് കോണ്ടാക്റ്റും അടുപ്പവുമുള്ള ആളുകളാണ് ആശുമാര്. ഈ വീടുകളിൽ എന്ന് വെച്ചാൽ അവരുടെ അടുക്കള വരെ എന്ന് വെച്ചാൽ ഉമ്മറം മുതൽ അടുക്കള വരെ ധൈര്യത്തോടെ കയറി ചെല്ലാൻ പറ്റുന്നവരാണ് ആശുമാര്. അപ്പൊ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നാടകം കളിക്കുക എന്നുള്ളതാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലിപ്പോ SUCI നേതാവിന്റെ ഭാര്യ ഈ സമരത്തിന് ലീഡ് ചെയ്യുന്നുണ്ട്. അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതെ അതെ. അപ്പോ അവർക്ക് ആശയവുമായി ബന്ധമുണ്ട്. അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഓരോ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ആ ജോലി ചെയ്തിട്ടല്ല, ട്രേഡ് യൂണിയന്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ സമരത്തിന്റെ അങ്ങനെയുള്ള ഒരു സ്വഭാവത്തെ കുറിച്ച്? ശരിക്കും നമ്മളെ സ്കീം വർക്കർമാരാണ് ഇതിനകത്ത് തൊഴിലെടുക്കുന്ന. ഈ സ്കീം എന്ന് പറയുന്നത് പ്രത്യേകമാണ്. അതില് നേതൃത്വം വരുന്നവരെല്ലാവരും ആ സ്കീമിൽ പണിയെടുക്കുന്നവരാണ്. കാരണം സ്കീമിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അതിന് വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നിൽക്കണം. കാരണം ഒരു 6 മാസം കൂടുമ്പോൾ ഇതിന്റെ പ്രക്രിയ മാറിക്കൊണ്ടേയിരിക്കും, ജോലിയുടെ സ്വഭാവം മാറും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റ് അല്ല കേന്ദ്ര ഗവൺമെന്റ് കുറേയധികം പണികൾ ഇങ്ങോട്ട് തരും. സീസൺ ജോലികളാണ്. അശ്വമേധം എന്ന് വെച്ചാൽ കുഷ്ഠരോഗ നിവാരണ യജ്ഞം, ശൈലി, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോ വരാൻ പോകുന്നു പൾസ് പോളിയോ. നാളുകളായി നമുക്കറിയാം പൾസ് പോളിയോ പ്രോഗ്രാം ഉണ്ടെന്ന്. അതിന് ഇന്ന് വരെ ആരും തിരക്കിയിട്ടില്ല. ഒരു ദിവസം 75 രൂപയാണ് തരുന്നത്. ഇപ്പം 3 ദിവസം ആകുമ്പോൾ എത്ര രൂപയാണ് ഈ ഫീൽഡിൽ വീട് കയറി അതിന്റെ മാർക്ക് ചെയ്ത് പോകണമെങ്കിൽ ഒരു ദിവസം 75 രൂപ വെച്ചാണ് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം നാഷണൽ പ്രോഗ്രാമാണ്. ഫാമിലി പ്ലാനിങ്ങിന്റെ മെത്തേഡുകൾ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സ്കീം അനുസരിച്ചാണ് ആശുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വ്യത്യാസപ്പെടും ഓരോ വർഷം കൂടുന്തോറും. അപ്പൊ ഈ ജോലികളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ സ്കീമിനകത്ത് നിൽക്കുന്ന ആളുകൾക്കേ പറ്റുള്ളൂ, പുറത്തുനിന്ന് ഒരാൾക്ക് പറ്റില്ല. അവര് പറയുന്ന വായത്ത് നിന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നതാണ്. ഈ ജോലിയുടെ സ്വഭാവവും ഒരു രീതിയും അറിയണമെങ്കിൽ ഇതിനകത്ത് നിന്ന് നിൽക്കുന്ന ആളുകൾ ലീഡർഷിപ്പിലേക്ക് തന്നെ വരണം. ഇത് മറ്റു താല്പര്യം കൊണ്ട് ഇതിന്റെ സമരത്തിന്റെ ഭാഗമായി ഇവിടെ വരുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഇലക്ഷൻ തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആശുമാരെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യില്ല. കാരണം ഇതിന്റെ പരമാർത്ഥം മനസ്സിലാക്കിയ ഈ 13,200 കണക്ക് തന്നെ പറയുന്നു. ഇതിന്റെ കൃത്യമായിട്ട് കണക്കുണ്ട്. ഓരോ മാസം നമ്മൾ എടുത്തിട്ടുണ്ട് ആ കണക്ക്. കൃത്യമായിട്ട് ഈ നല്ല തുക കിട്ടുന്ന ആളുകളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബേസിക് ഓരോ വാർഡിലും ജനസംഖ്യ കൂടുതൽ 2000-2000 അപ്പുറത്തേക്ക്. അതുപോലെ ഗർഭിണികളും കുട്ടികളും ഉള്ള പ്രദേശം. ചില വാർഡിൽ ചില വീടുകളിലൊക്കെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും, വിദേശത്തായിരിക്കും ബാക്കിയുള്ളവർ. ആ വാർഡിൽ ജോലി ചെയ്യുന്ന ആശയ്ക്ക് ഒന്നും കിട്ടില്ല, വളരെ കുറവായിരിക്കും. 9,000 10,000 ഒക്കെ കിട്ടുകയുള്ളൂ. പക്ഷെ നല്ല പോപ്പുലേഷൻ ഉള്ളിടത്ത് നല്ല രീതിയിലേക്ക് അവർക്ക് ഇൻസെന്റീവ് കിട്ടും. ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്ന കാര്യം. അതിന്റെ ഒരു ശരാശരി കണക്കാണ് ഗവൺമെന്റ് ഇവിടെ പുറത്തുവിട്ടിട്ടുള്ളത്. ഇളവരങ്കരയിൽ നടത്തിയ ഒരു പരാമർശം പെൺപിള്ള ഒരുമൈ സമരം പോലെ ഈ സമരം അങ്ങനെ പ്ലാൻഡ് ആണ് എന്നുള്ളൊരു ഒന്നുമില്ല. ഒന്ന് സമയത്ത് എല്ലാ ഉദ്യോഗസ്ഥരെയും പറയുന്നില്ല അദ്ദേഹം. ശരിക്കും പറയുന്നത് ഇതിൽ നമുക്ക് ഉപാധി വെച്ചിട്ടായിരുന്നു 7,000. ഇപ്പൊ 7,000 രൂപ കുറവാണെന്ന് എല്ലാവരും മുറവിളി കൂട്ടുന്നുണ്ടല്ലോ. ആ 7,000 രൂപയിൽ 700 രൂപ വെച്ച് കട്ട് ചെയ്യും. ഇപ്പൊ നിശ്ചിത ഒരു പരിപാടി നടത്താൻ പറ്റിയില്ല, അവർ ഹോസ്പിറ്റലിലാണ്, അല്ലെ അസുഖമാണ്, മരണമാണ്, എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 700 രൂപ വെച്ച് ബന്ധപ്പെട്ട സ്റ്റാഫ് അത് വെട്ടിക്കുറയ്ക്കും. ആ നിലപാടിനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ നിലപാട് തിരുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കണ്ട് ഈ കേരളത്തിലെ സമരത്തിന് അങ്ങനെ അദ്ദേഹം വിശേഷിപ്പിച്ചെന്നുള്ളതാണ്. പെൺപിള്ള ഒരുമൈ സമരം എന്ന തരത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ഒരു സമരം എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെയെന്നാണ്
ഇല്ല ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മുടെ പിന്നെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ കുറച്ച് ഉള്ള ശമ്പളത്തിൽ നിന്ന് വീണ്ടും വെട്ടിക്കുറയ്ക്കുകയാണ്. എന്നാൽ ഈ അതർ ജോലികൾ ഒരുപാട് ആശുമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സമരത്തിന് വരുന്ന ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് 24 മണിക്കൂർ തികയുന്നില്ല. എന്താണ് ഇതിന്റെ വാസ്തവം? ശരിക്കും 10 ദിവസമാണ് ആശമാരുടെ 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത്. പക്ഷേ ഓൺലൈൻ സംവിധാനം വന്നതുകൊണ്ട് രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും ഡേറ്റ ആവശ്യം വന്നാൽ ശരിക്കും ആശയോട് ചോദിക്കും എന്താണെന്നുള്ളത്. അത് വേറൊരു കാര്യം. പക്ഷെ ഈ 10 ദിവസം കഴിഞ്ഞാൽ ഒരാശയുടെ സമയമാണ്. ഞാൻ എപ്പോ ഫീൽഡിൽ പോകണം, എപ്പോ ഡേറ്റ എടുക്കണം, ഇതെന്റെ സമയമാണ്. ആ മാസത്തിൽ എന്റെ സമയം അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷെ ഈ 30 ദിവസം പോയി ഓഫീസിൽ പോയി രാവിലെ ഒപ്പിട്ടോ അങ്ങനെ ഒരു ജോലി ആശയ്ക്കില്ല. ഈ 10 ദിവസമേ ഉള്ളൂ. ബാക്കി 20 ദിവസം തങ്ങളുടെ യഥേഷ്ടമാണ്. അതാണ് ഈ ആശയെ സംബന്ധിച്ചുള്ള ജോലിയുടെ വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ശൈലിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ വർക്ക് ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മറ്റ് വർക്കുകൾ ഏതെങ്കിലും ഉണ്ടോ? അതിന്റെ കണക്കുകൾ മറ്റോ ഉണ്ടോ? നടന്നു എന്ന് പറഞ്ഞതിന്റെ ഇപ്പം നമുക്ക് ബേസിക്കലി ഈ സർവേ ആണ് നടക്കുന്നത്. ബാക്കിയെല്ലാം മന്ത്രി നമ്മുടെ ഫീൽഡിൽ നടത്തേണ്ട. അതിങ്ങനെ ഡേറ്റ് ആയിട്ട് വരില്ല. അത് എല്ലാ മാസവും ക്ലോസ് ചെയ്യും. എല്ലാം നടക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനവും ബാധിച്ചിട്ടില്ല. ഒരു സമരത്തിലും ഈ ഒരു സമരം ആശാ വർക്കത്തിനെ സംബന്ധിച്ചോ ആരോഗ്യ മേഖലയ്ക്കോ ഒരു തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല. വർക്ക് സുഗമമായിട്ട് പോകുന്നുണ്ട്. എങ്കിലും ഏറ്റവും ഞാൻ ഈ പറഞ്ഞ പോലെ ശൈലിയുടെ ആണല്ലോ വരേണ്ടത്. അതാണ് ഏറ്റവും മുടങ്ങിക്കിടക്കേണ്ടത്. അത് ഈ 4,03,91,956 പേരുടെ എൻട്രി ചെയ്യുമെന്ന് പറയുമ്പോൾ ആശമാരാണല്ലോ ചെയ്തിരിക്കുന്നത്. വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. അവരുടെ സ്വന്തം ഫോണിലെ ആപ്പ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് എല്ലാ ജില്ലകളും ഓരോ ജില്ല ബേസ് ചെയ്ത് കണക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഇതിന്റെ വർക്ക് നടക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പരാജയപ്പെട്ട സമരം തന്നെയാണ്. ശരിക്കും ഇവര് പാർലമെന്റിന് മുമ്പിലാണ് സമരം ചെയ്യുന്നത്. പാർലമെന്റിന് മുമ്പിലാണെങ്കിൽ നമ്മളും സപ്പോർട്ടാണ്. ഞങ്ങളെ ജീവനക്കാരെ അംഗീകരിക്കണം, ഞങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ വേണം, പെൻഷൻ വേണം, പെൻഷൻ ആനുകൂല്യങ്ങൾ വേണം. ഇതെല്ലാം നമ്മുടെയും ആവശ്യമാണ്. ഇത് ശരിക്കും ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ തന്നെയാണ് ഈ സമരം നടത്തേണ്ടത്.